Hello friends, welcome to 𝙑𝙠𝙗𝙬𝙬 channel. സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളൊന്ന് അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നതും അതുപോലെ പരിചയപ്പെടാമെന്ന് പറയാൻ പറ്റില്ല എന്ന് വെച്ചാൽ കുറച്ച് കാലമായിട്ട് മുമ്പ് ഇറങ്ങിയ ഒരു പ്രൊഡക്റ്റ് ആണ്. നമ്മളൊന്ന് ആക്ച്വലി അൺബോക്സ് ചെയ്യാൻ പോകുന്നത് OnePlusന്റെ ബുള്ളറ്റ് വയർലെസ് Z എന്ന് പറഞ്ഞൊരു മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ ഈ മാസം അവസാനം നമുക്കിതിൻ്റെ പുതിയ മോഡൽ ഇറങ്ങും. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ഇതിൻ്റെ ആദ്യത്തെ പഴയ മോഡലൊന്ന് പരിശോധിച്ച് നോക്കാം. അതുപോലെ തന്നെ ഞാനിത് ആക്ച്വലി നമ്മൾ ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ നമ്മളിതൊരു പുതിയ പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതൊരു അൺബോക്സിംഗ് ചെയ്യാൻ വിചാരിച്ചു. 2000 താഴെ വരുന്നൊരു വയർലെസ് ഇയർഫോണിൽ ബാൻഡ് സ്റ്റൈൽ വയർലെസ് ഇയർഫോണിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ അത് പറയാൻ പറ്റും. അതേ ഒരു ഇയർഫോൺ തന്നെയാണ് ഇത് നമ്മുടെ OnePlusന്റെ വയർലെസ് Z. അപ്പോൾ അതിൻ്റെ പുതിയ മോഡൽ നിങ്ങൾ നമ്മുടെ ഷോർട്സും കാര്യങ്ങളൊക്കെ കണ്ടായിരിക്കും. നമ്മുടെ ഫ്ലിപ്കാർട്ടിലാണ് ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ വയർലെസ് 2Z എന്ന് പറഞ്ഞൊരു മോഡലാണ്. അപ്പോൾ നമ്മുടെ ബഡ്സിൻ്റെ 2 സെക്കൻഡ് മോഡൽ ഇറങ്ങിയിരുന്നു. അപ്പോൾ ഇതിന് അവർ ഇറക്കുന്നുണ്ടെങ്കിൽ ഇതാണ് ഇതിൽ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതിലും നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിൽ നല്ല ബാസ്, ഇത് ആക്ച്വലി ഒരു രണ്ടാമത്തെ എഡിഷനാണ്, ബാസ് എഡിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ബാസ് ബ്ലൂ എന്ന് പറഞ്ഞൊരു കളറാണ്. നോർമലി അങ്ങനെ കാര്യം കാണാത്തൊരു കളറാണ്, ബ്ലൂ കളറാണ്. ഈ ബ്ലൂ കളർ ആയതുകൊണ്ട് തന്നെ നമുക്കിത് ആക്ച്വലി പ്രിഫറബിളി ലേഡീസിനും പറ്റും, മെയിൽസിനും കുഴപ്പമൊന്നുമില്ല. എന്ന് വെച്ചാൽ ഒരു കുറച്ച് അട്രാക്റ്റിംഗ് ബ്ലൂ ആണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ പാക്കറ്റ് ഫുൾ സീൽഡ് പാക്കറ്റാണ് കേട്ടോ. അപ്പോൾ ഇതിന് MRP വരുന്നത് എത്രയാ, 2190 രൂപയാണ് വരുന്നത്. നമുക്ക് ആക്ച്വലി ഇത് ബൈയിങ് പ്രൈസ് വരുന്നത് 1999 രൂപയാണ്. നമുക്കിത് ആമസോണിൽ അവൈലബിൾ ആണ്. ബ്ലൂ, റെഡ് അതുപോലെ ബ്ലാക്ക് കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ നമുക്കിത് ബാസ് എഡിഷൻ. അപ്പോൾ ബാസ് ലവേഴ്സിനൊക്കെ ഒരു പറ്റിയ സംഭവമാണ്. എന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ ഈ റേഞ്ചിൽ വരുന്ന ഒരു 2000 താഴെ വരുന്ന നമുക്ക് കുറേ ഇയർഫോൺസ് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ബോട്ടിൻ്റെ ആയാലും ഒപ്പോൻ്റെ റീസെൻ്റ്ലി ആയാലും M32 നമ്മൾ അൺബോക്സ് ചെയ്താണ്. നമുക്ക് കാണാത്തവരൊക്കെ പോയി കാണാൻ ഞാൻ മുകളിൽ കൊടുക്കാം. അപ്പോൾ അതിനും നല്ല അത്യാവശ്യം ബാസൊക്കെ ഉണ്ട്. പക്ഷേ 1799 ആ റേഞ്ചിലാണ് വരുന്നത്. പക്ഷേ അതിനെക്കാട്ടും ഒരു ക്വാളിറ്റിയും ലൈറ്റ് വെയ്റ്റും ബാസും കൂടുതലൊക്കെ നമുക്ക് ഈ OnePlusന്റെ ബുള്ളറ്റ് സിയാണ് വരുന്നത്. ഇതിൻ്റെ ഈ ഇതുണ്ടല്ലോ, നമ്മുടെ ഈ ബാൻഡ് ഭയങ്കര സ്ലിമ്മും ലൈറ്റ് വെയ്റ്റുമാണ്. അതുകൊണ്ട് നമുക്ക് കഴുത്തിലിട്ട് നടക്കാൻ നല്ല ഒരു ശരിക്കും ആക്ച്വലി ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ശരിക്കും നമ്മളത് ഫീൽ ചെയ്യില്ല. അത്രയ്ക്ക് ലൈറ്റ് വെയ്റ്റ് ആണ്, അത്രയ്ക്കും ഫ്ലെക്സിബിളാണ്. നമുക്ക് വേണമെങ്കിൽ കുത്തി നമ്മുടെ ചുരുട്ടി കൂട്ടി നമ്മുടെ പോക്കറ്റിലേക്ക് എടുത്ത് വയ്ക്കുക, അത്രയ്ക്ക് ഡാമേജ് വരില്ല. അങ്ങനത്തെ നല്ലൊരു ക്വാളിറ്റി സാധനമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഈ പ്രൊഡക്റ്റ് ഇപ്പോൾ കിട്ടിയപ്പോൾ നമ്മളിപ്പോൾ അൺബോക്സിംഗ് ചെയ്യാൻ വിചാരിച്ചാണ്. അപ്പോൾ അൺബോക്സിങ്ങും അതുപോലെ എന്താ പറയുക സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കാം. അതിന് മുമ്പ് ചാനൽ പുതിയ ഒന്നൊരു സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത് തന്നെ ചെക്കൗട്ട് ചെയ്യട്ടോ. ആമസോണിൻ്റെ സ്റ്റോർ നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈസിയായിട്ട് നിങ്ങൾക്ക് പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യാൻ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മുടെ ചാനലിൻ്റെ പേജ് നമ്മൾ ആമസോണിൽ തുടങ്ങിക്കുന്നതാണ്. അപ്പോൾ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കി നോക്കട്ടോ. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ അതിൽ നിന്ന് കിട്ടും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാതെ. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യാനും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് ഫോളോ ചെയ്യാനൊന്നും മറക്കേണ്ട. എന്തെങ്കിലും സംശയിക്കേണ്ടത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യാം. യൂട്യൂബ് കമൻ്റ് ആയാലും മതി. നമ്മൾ ഫുൾ അപ്പോൾ തന്നെ കമൻറ്റ് കൊടുക്കുന്ന റിപ്ലൈ കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കമൻറ്റിനൊക്കെ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയിക്കണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഇതിൻ്റെ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് മാത്രമല്ല, ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ അൺബോക്സിങ്ങിലേക്ക് പോയാലോ. അപ്പോൾ അതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ആക്ച്വലി ഒരു ക്യാമറ ബാഗ് നമ്മളൊരു ഗിവ് അവേ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടാമറോണിൻ്റെ ബാഗാണ് ആക്ച്വലി. ഇതാണ് നമ്മുടെ ബാഗ്. കാണിച്ചു തരാം. ഇത് ആക്ച്വലി ഞാൻ തുറന്നു വെച്ചിരിക്കുകയായിരുന്നു. ടാമറോണിൻ്റെ നമ്മുടെ ഒരു ബാഗാണ്. ആക്ച്വലി നല്ല ക്വാളിറ്റി ബാഗാണ് കേട്ടോ. നമുക്കൊരു DSLR വിത്ത് ഒരു കിറ്റ് ലെൻസ് സൂക്ഷിക്കാൻ നല്ലൊരു ഐറ്റം സാധനമാണ്. നമുക്ക് സ്ലിംഗ് ബാഗൊക്കെ ഉപയോഗിക്കാം. നല്ല ക്വാളിറ്റി ബാഗാണ്. ഒരു 1000-1200 റേഞ്ചിൽ വരുന്ന മോഡലാണ്. എന്ന് വെച്ചാൽ ടാമറോണിൻ്റെ നിങ്ങൾക്ക് അറിയായിരിക്കും ബ്രാൻഡ്. ടാമറാക്കിൻ്റെ ഒക്കെ ഒരു സബ് ബ്രാൻഡായിട്ട് വരും. എനിക്ക് തോന്നുന്നത് കൊറിയൻ ബ്രാൻഡാണെന്ന് തോന്നുന്നത്, US ബ്രാൻഡാണ്, US ബ്രാൻഡാണെന്ന് തോന്നുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അതൊരു ജീൻസ് മെറ്റീരിയൽ പോലത്തെ ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ്, വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഇതുമൊക്കെ കൊളത്തിടാനൊക്കെ ചെയ്യാം. നമുക്ക് ഇതിൽ ബെൽറ്റ് കൂടെ കെട്ടാനൊക്കെ പറ്റും. അങ്ങനത്തെ ടൈപ്പാണ്. പിന്നെ നമുക്ക് ഈ ഇത് വേണമെങ്കിൽ ഊരെടുക്കാം. അങ്ങനത്തെ മോഡലാണ്. നല്ല ക്വാളിറ്റി സാധനമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഗിവ് അവേ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഗിവ് അവേ കൊടുക്കാൻ നമ്മൾ ആക്ച്വലി ടാർഗറ്റ് വെച്ചിരിക്കുന്നത് ലൈക്സ് വെച്ചിട്ടാണ്. ഒരു 200 ലൈക്സ് ആയിക്കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ ഗിവ് അവേ കൊടുക്കുക. അപ്പോൾ ഗിവ് അവേ നമ്മൾ അനൗൺസ് ചെയ്യാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിലായിരിക്കും. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ OnePlusൻ്റെ ബോക്സ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും പ്രത്യേകിച്ച് പരിചയപ്പെടേണ്ട ആവശ്യമൊന്നും ഇല്ലെന്ന് തോന്നുന്നത്. നമുക്ക് അത്യാവശ്യം പുതിയ പ്രൊഡക്റ്റ് ഒന്നും അല്ലല്ലോ. എന്നാലും നമുക്ക് ബോക്സ് ഒന്ന് പരിചയപ്പെടാം. OnePlusൻ്റെ ബുള്ളറ്റ് വയർലെസ് C എന്ന് പറഞ്ഞൊരു മോഡൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ ബാസ് എഡിഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് ബ്ലാസ് ബ്ലൂ എന്ന് പറഞ്ഞൊരു കളറാണ്. അപ്പോൾ ഈ കളർ നിങ്ങൾ അധികം കണ്ടിട്ടുണ്ടായിരിക്കില്ല. പിന്നെ ബോക്സും കാര്യങ്ങളൊക്കെ നമ്മുടെ നോർമൽ OnePlusൻ്റെ ബോക്സ് തന്നെയാണ്. ഒരു വൈറ്റും റെഡും ആയിട്ടുള്ള ബോക്സാണ്. OnePlusൻ്റെ ലോഗോ കൂടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചെറിയൊരു പടം, സ്കെച്ച് പടം പോലെ ഒരു സംഭവം കൂടെ കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലായിട്ട് നമുക്കിവിടെ ബാസ് ബൂസ്റ്റ് എന്ന് അതിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചാർജ് ഫോർ 10 minutes, എൻജോയ് ഫോർ 10 hours എന്ന് കൊടുത്തിട്ടുണ്ട്. 17 മണിക്കൂർ ഓഫ് ബാറ്ററി ലൈഫ് കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ആൻഡ് സ്റ്റേബിൾ കോൾസ് എന്ന് കൊടുത്തിട്ടുണ്ട്. വാട്ടർ ആൻഡ് സ്വീറ്റ് റെസിസ്റ്റൻ്റ് ആണ്. മാഗ്നറ്റിക് കൺട്രോൾ ആണുള്ളത്. OnePlus ബുള്ളറ്റ് വയർലെസ് C ബാഷ് എഡിഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ
MRP ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2190 കൊടുത്തിട്ടുണ്ട്. മെയ്ഡ് ഇൻ ചൈന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും അധികം ഡീറ്റെയിൽസിലേക്ക് പോകണ്ടല്ലോ, നമ്മളെന്തായാലും അധികം കാണാത്ത ബോക്സ് ഒന്നുമല്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് കട്ട് ചെയ്യാം. പ്ലാസ്റ്റിക് റാപ്പിംഗ് കാരണേ നല്ലൊരു തിളക്കം വരുന്നുണ്ട്. പ്ലാസ്റ്റിക്കേ വരൂ, നല്ല ടൈറ്റ് പ്ലാസ്റ്റിക്കിങ് കാട്ടാ, പ്ലാസ്റ്റിക് അല്ല, നല്ല ടൈറ്റ് കവറിങ് കാട്ടാ പ്ലാസ്റ്റിക്കിൻ്റെ. ഇങ്ങനത്തെ കവറിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താ വെച്ചാൽ നമുക്കിപ്പോൾ എന്തെങ്കിലും വാട്ടറൊക്കെ എന്തെങ്കിലും തട്ടിയാൽ തന്നെ നമുക്ക് കുറച്ചുകൂടി പ്രൊട്ടക്റ്റഡ് ആണ്. എന്താ വെച്ചാൽ സീൽഡ് പാക്കിംഗ് പോലെയാണ്, ശരിക്കും ലാമിനേറ്റ് ചെയ്ത പോലെയാണ്. അതുപോലെ തന്നെ നമുക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ സാനിറ്റൈസ് അടിക്കാനും നല്ല ഹെൽപ്ഫുള്ളാണ്. ശരിക്കും സാനിറ്റൈസ് ഇപ്പോൾ പേപ്പർ ബോക്സ് ഒക്കെ ആണെങ്കിൽ ശരിക്കും കളറും കുറേയൊക്കെ മങ്ങും നമ്മുടെ അതിൻ്റെ. അപ്പോൾ ഇങ്ങനെ കോട്ടിങ് ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് അടിക്കാം. അതാണ് ഇപ്പോൾ മെയിൻ കുറച്ച് പോയിൻറ്റ്സുകളൊക്കെ നമുക്ക് ഈ കോട്ടിങ് ഉള്ളതിൻ്റെ. നമുക്ക് ആക്ച്വലി ഫുൾ കോട്ടിങ് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ പേപ്പർ ഫുൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും ബോക്സ് അൺബോക്സിങ് ചെയ്യാം. അപ്പോൾ ഞാൻ ആക്ച്വലി നമ്മളിത് ടെസ്റ്റ് ചെയ്യാൻ നോക്കുന്നത് നമ്മുടെ OnePlusൻ്റെ ഫോണിൽ തന്നെയാണ് കേട്ടോ. ഇത് സീൽഡാണ്. ഇത് എവിടെയാണ് തുറക്കണ്ടേ? ഇത് സീൽഡ് ബോക്സ് തന്നെയാണ്, പക്ഷേ ഇത് എങ്ങനെയാണ് പാക്കേജിങ് ഓപ്പൺ ചെയ്യേണ്ടത് ഞാൻ നോക്കിയിട്ട് തിരിച്ചു വരാം കേട്ടോ. അത് വലിയ പാടൊന്നും ഉണ്ടാകുന്നില്ല ശരിക്കും. ഇപ്പോൾ മുകളിൽ നിന്ന് ഉന്തിയാൽ മതി, അപ്പോൾ താഴെ ഓപ്പൺ ആയിക്കോളും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പാക്കേജിങ് കണ്ടാണ് ഉള്ളിൽ കാണുന്നത്. സൗണ്ട് യുവർ കാരമൽ എന്നൊരു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്ലൂ കളർ ആയതുകൊണ്ട് അതിൻ്റെ പാട് കാണുന്നുണ്ട് ഇവിടെ. ഇങ്ങനെ ഒരു ബുക്ക്ലെറ്റ് പോലെ സംഭവം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ആദ്യം എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ നമ്മുടെ ഇയർഫോൺ അവിടെ പോയി. ഇയർഫോണിൻ്റെ ബാക്കിലാണ്. നമുക്ക് ഇതിൻ്റെ ഇയർഫോണിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആയിരുന്നു. അപ്പോൾ നമുക്ക് പിന്നെ ആയിട്ട് താഴെയായിട്ട് ഇവിടെ എന്തോ സംഭവം മിസ്സിങ് ഉണ്ടല്ലോ. ഇവിടെ നമുക്കൊരു ചാർജർ അക്സസറീസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ചാർജ് ഫോർ 10 minutes, എൻജോയ് ഫോർ 10 hours. നമുക്കിത് നമ്മുടെ ഡാഷ് ചാർജിങ് കാര്യങ്ങളൊക്കെ സപ്പോർട്ടറാണ് ഇതിൽ നമുക്കൊരു നമ്മുടെ ഒരു കേബിൾ അവിടെ നോർമൽ എന്താ പറയുക റെഡ് കേബിൾ ഉണ്ടാവുമല്ലോ. ഇവിടെ താഴോ അങ്ങോട്ട് പിന്നെ നമുക്കൊരു റെഡ് കേബിൾ ക്ലബ്ബ് കിട്ടുന്നുണ്ട്. ഒരു യൂസർ മാനുവൽ ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ട്. പിന്നെ എന്നിട്ടാ പിന്നെ നമ്മുടെ ഒരു ചെറിയ കുട്ടി കേബിൾ കുറച്ചുകൂടി വലുത് തരാമെന്നില്ല ഒരു. പിന്നെ നമുക്ക് കുറച്ച് എക്സ്ട്രാ ടിപ്സ് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ബ്ലൂ കളറായിട്ടുള്ള ടിപ്സ് തന്നെയാണ് തരുന്നത്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം. ഞാൻ ആക്ച്വലി ശരിക്കും ഇത് കണ്ടപ്പോൾ നമ്മുടെ സാധാരണ അടിയിലുണ്ടാവുമെന്ന് വിചാരിക്കുക. ഞാൻ ആക്ച്വലി ഇതിൻ്റെ ബാക്ക് സൈഡിലായിരുന്നു. നല്ല പാക്കേജിങ് ഒക്കെ സൂപ്പറാಗಿ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനി ഇവരുടെ പുതിയ പ്രോഡക്റ്റ് ഇറങ്ങുന്നല്ലോ 2C, അതും കൂടി നമുക്ക് കിട്ടണമെങ്കിൽ കൊള്ളായിരുന്നു. എന്ന് വെച്ചാൽ അതിൻ്റെ പാക്കേജിങ് ഇടിവട്ടായിരിക്കും. പിന്നെ ഇതിനായിട്ടും എനിക്ക് തോന്നുന്നു അതിൽ ANC സപ്പോർട്ട് ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് എന്തായാലും നമുക്കിത് എടുക്കാം പുറത്തേക്ക്. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്, നമുക്ക് ഈ നെക്ക് ബാൻഡിലൊക്കെ ഇങ്ങനത്തെ ഒരു ടാഗ് കാണാം അതിൽ. ഇത് ശരിക്കും പൊട്ടിച്ച് കളയരുത്, വാറണ്ടിക്ക് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ വാറണ്ടി കൊടുക്കുമ്പോൾ അവർ ടാഗ് ഇല്ലാൻ വേണ്ടിയിട്ട് റിജക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇവിടെ ഒരു ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്, നമുക്കതും കളയാം. കിട്ടണില്ലല്ലോ, നഗല്ലെങ്കിൽ ഇതാ കുഴപ്പം. ഓക്കെ, ഒരെണ്ണം കിട്ടി. ഓക്കെ, രണ്ടാമത്തെയും കിട്ടി. ബ്ലൂ കളർ വലിയ അട്രാക്റ്റീവ് ബ്ലൂ കളർ എന്നൊന്നും പറയാറില്ല, കുറച്ച് ഡാർക്ക് ബ്ലൂ തന്നെയാണ്. അപ്പോൾ കുറേ നമ്മുടെ എന്താ പറയുക യൂട്യൂബിൽ തന്നെ കുറേ പേര് പറയുന്നുണ്ട് ഭയങ്കര അട്രാക്റ്റിംഗ് ഒരു പിയാനോ ബ്ലാക്ക് പോലത്തെ ഒരു ബ്ലൂ ആണെന്നൊക്കെ. ശരിക്കും ആ പിയാനോ ബ്ലാക്ക് വരുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി എല്ലായിടത്തും ഒരു മാറ്റ് ഫിനിഷ് പോലത്തെ ഒരു ബ്ലൂ ആണ്. ഇത് കുഴപ്പമൊന്നുമില്ല. ഇത് ശരിക്കും ആക്ച്വലി യൂണിസെക്സ് ആയിട്ട് ഉപയോഗിക്കാം. ഇപ്പം ഫീമെയിൽസിനായാലും മെയിൽസിനായിട്ടും കറക്റ്റായിട്ട് ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. ഞാൻ ആക്ച്വലി കുറേ വീഡിയോസിൽ അവർ പറയുന്നത് ശരിക്കും അത് ആക്ച്വലി ഫീമെയിൽസിന് മാത്രമേ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നത്. വെച്ചാൽ അങ്ങനത്തെ ഒരു അട്രാക്റ്റിംഗ് കളറൊക്കെയാണെന്ന് പറയുന്നത്. പക്ഷേ ഇത് അങ്ങനെയൊന്നുമല്ല, കുഴപ്പമൊന്നുമില്ല. നമുക്ക് പിന്നെ എന്തായാലും ഇതിപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇതിനെ പരിചയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ എന്തായാലും ജസ്റ്റ് ഒന്ന് പറയാം. നമുക്കിവിടെ 3 ബട്ടൺസ് വരുന്നുണ്ട്, ഒരു മൈക്രോഫോൺ വരുന്നുണ്ട്, നമുക്കൊരു മൈക്രോ അല്ല Type-C USB പോർട്ട് വരുന്നുണ്ട് ചാർജ് ചെയ്യാൻ. ഇതിൽ നമുക്ക് ഓൺ ഓഫ് ബട്ടൺ ഇങ്ങനെ വരുന്നുണ്ട്. നമുക്ക് മാഗ്നറ്റിക് ആണ്. നമ്മുടെ എന്താ പറയുക അങ്ങനെ ഒട്ടിച്ച് വെച്ചാൽ ഓഫ് ആവും, അകത്ത് കഴിഞ്ഞാൽ ഓൺ ആവും. നല്ല പരിപാടിയാണ്. പിന്നെ അതിൽ നമുക്ക് ബാസ് ബൂസ്റ്റ് എഡിഷൻ ആണുള്ളത്. ഇവിടെയാണ് അതിൻ്റെ OnePlusൻ്റെ ലോഗോ വരുന്നത്. നമുക്കിവിടെ കാണുന്നുണ്ടായിരിക്കും. കുറച്ചും കൂടി ഒരു വേറെ കളറാണെങ്കിൽ കുറച്ചും കൂടി ഒരു അട്രാക്ഷൻ കിട്ടിയാണ്. വയറിൻ്റെ ക്വാളിറ്റി നല്ല ക്വാളിറ്റി തന്നെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്ക് തോന്നുന്ന ഒരു ഫ്ലാറ്റ് കേബിൾ ആയതിനെ കുറച്ചും കൂടി ഒരു ലാസ്റ്റിങ്ങിന് കുറച്ചുകൂടി ഒരു ലാസ്റ്റിങ് കിട്ടിയാണ്. എന്ന് വെച്ചാൽ ഈ കേബിൾ കുറച്ചും കൂടി പൊട്ടാൻ സാധ്യത കൂടുതലാണ് ഫ്ലാറ്റ് കേബിൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ ഫ്ലാറ്റ് കേബിളിലും നല്ല ലോ ക്വാളിറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നല്ല ക്വാളിറ്റിയാണ്, നല്ലൊരു എനിക്ക് ഈ സാധനത്തിൻ്റെ ഈ ഫ്ലെക്സി സാധനത്തിൻ്റെ ഭയങ്കര ഒരു ഹൈ ക്വാളിറ്റി സാധനത്തിൻ്റെ ഒരു പ്രീമിയം ക്വാളിറ്റി എനിക്ക് തോന്നുന്നുണ്ട്. ഞാനൊരു 5,000-6,000 രൂപയുടെ ബോസിൻ്റെ ഒക്കെ ആക്ച്വലി നോക്കിയിട്ടുണ്ട്. 5,000 അല്ല, ഒരു 8,000 രൂപേസിൻ്റെ ഒക്കെ. അതിൻ്റെ ഒരു ക്വാളിറ്റി എനിക്ക് ഇതിൻ്റെ ഈ നെക്ക് ബാൻഡുമ്പോൾ തോന്നുന്നുണ്ട്. എന്ന് വെച്ചാൽ നല്ലൊരു ഭയങ്കര തിന്ന്, നമുക്കിത് വേണമെങ്കിൽ ചുറ്റി മടക്കി നമ്മുടെ ഇതിൽ വെക്കാം. ഇപ്പോൾ നോർമൽ അങ്ങനെ സാധനം അങ്ങനെ വെക്കാൻ പറ്റില്ല. പിന്നെ അത് ഭയങ്കര തിന്നാണ്.
ഒടിച്ച് മടച്ച് വേണമെങ്കിൽ വയ്ക്കാം. ഇവിടെ മാത്രമല്ല കുറച്ച് കട്ടി, ബാക്കി എല്ലായിടത്തും ഫ്ലെക്സിബിൾ ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഫോൺ എടുക്കാം. ബ്ലൂടൂത്ത് എവിടെയാണ്? ബ്ലൂടൂത്ത് നമുക്ക് കമൻറ്റ്സ് കുറച്ച് വന്നിട്ടുണ്ട്, അപ്പോൾ നമുക്ക് എന്തായാലും റിപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാൻ ബ്ലൂടൂത്ത് ഓൺ ആക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് ആക്ച്വലി ഇത് ഓൺ ആവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് വിടിയിച്ചാൽ മതിയിട്ടാണ്. അപ്പോൾ ഞാനത് ആക്ച്വലി വിടിയിച്ചു. നമ്മൾ ബ്ലൂടൂത്ത് ഓൺ ആക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഓൾറെഡി OnePlus ബഡ്സ് നമ്മൾ 2Z ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. 2Z അല്ല, സോറി, Z ആണ് ഉപയോഗിക്കുന്നത്, 2Z അല്ല. പെയറിന് ഡിവൈസ് കൊടുക്കുകയാണ്. സ്മാർട്ട് മാറ്റിക്, അത് നമ്മുടെ OnePlus ബുള്ളറ്റ് വയർലെസ് C. ഇത് നമുക്ക് ടാപ്പ് ടു പെയർ നമ്മുടെ ഓൾറെഡി മുകളിൽ വന്നു. ഇത് അപ്പോൾ ഞാൻ അവിടെ കൊടുത്തു. നമ്മുടെ ഗൂഗിൾ ഫാസ്റ്റ് പെയറിങ് നമുക്ക് സപ്പോർട്ടാണ്. അത് ഞാൻ ആക്ച്വലി ടാപ്പ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് മുകളിൽ കാണണ്ടായിരിക്കും. ആക്ച്വലി ഓട്ടോമാറ്റിക്കലി പെയർ ആയി. ഇപ്പോൾ 20% ബാറ്ററി ഉള്ളൂ എന്ന് പറയുന്നത്, അത് ഭയങ്കര മോശമായിപ്പോയി. നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ ഡീറ്റെയിൽസിൽ കയറി നോക്കാം. ഇതിൽ ഓട്ടോമാറ്റിക്കലി റിസീവ് മ്യൂസിക് പ്ലേബാക്ക് വെൻ കണക്ടിങ് ഇയർഫോൺസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് വേണ്ട നമുക്ക് എന്തായാലും. സ്മാർട്ട് ആൻസർ ഫോർ ബ്ലൂടൂത്ത് കൊടുത്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ റിംഗ് ടോൺ ഇൻ ഇയർഫോൺ, ബ്ലൂടൂത്ത് ആബ്സല്യൂട്ട് വോളിയം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി നോക്കാം എന്തായാലും ഉണ്ടോ നോക്കി നോക്കാം. ഇത് നമുക്ക് കോൺടാക്ട് ഷെയറിംഗ് ഉണ്ട്, HD ഓഡിയോസ് ഉണ്ട്, അത് AC കൊടുത്തേക്കുന്നത്. വേറെ ഡീറ്റെയിൽസ് ഒന്നും ഇല്ല കേട്ടോ. നമുക്ക് ഇത്രയുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇത്ര തന്നെ കിട്ടുന്നുള്ളൂ. ആപ്പ് സപ്പോർട്ടൊന്നും ഇല്ല, അത് കുറച്ച് മോശമായിപ്പോയി. നമ്മുടെ റിയൽമിക്ക് ആപ്പ് സപ്പോർട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു പാട്ട് കേട്ടോക്കാം. ഞാൻ ആക്ച്വലി നമ്മുടെ ബീസ്റ്റിലത്തെ പാട്ടൊന്ന് കേട്ടോ വയ്ക്കുക, എന്ന് വെച്ചാൽ നല്ല ബാസുള്ള പാട്ടാണ്. അപ്പോൾ നമ്മളതൊന്ന് വെച്ചോക്കട്ടെ. ഞാൻ ഒന്ന് വെക്കട്ടെ കേട്ടോ. നമുക്ക് എന്തായാലും ഇതിൽ കൂടെ എന്തെങ്കിലും പാട്ട് വയ്ക്കാൻ പറ്റില്ല, നമ്മുടെ വീഡിയോസിൽ പാട്ട് കേൾക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ കോപ്പിറൈറ്റും കാര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വേറൊരു പാട്ടിട്ട് തരാം. ഞാൻ ആക്ച്വലി നമ്മുടെ ബീസ്റ്റിൻ്റെ പാട്ടൊന്ന് കേൾക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ പോയി GS7 എടുത്തു. നമ്മൾ പാട്ട് കേട്ടോട്ടെ. പരസ്യം വന്നു, എന്നാലും നല്ല പാസുണ്ട്. ഒപ്പോടെ പരസ്യമാണെങ്കിൽ നല്ല പാസുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി പാട്ടിൽ കിടക്കാം. പകുതി വോളിയായിട്ടുള്ളൂ. കൊള്ളാം കലക്കി. നല്ല ബാസുണ്ട് കേട്ടോ, നല്ല ബാസുണ്ട്. എനിക്കൊരു ബാസിൻ്റെ ഒരു ലെവൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി ഒരു 5000-6000 റേഞ്ചിൽ വരുന്ന പ്രൊഡക്റ്റിൻ്റെ ഒരു ബാസ് വരുന്നുണ്ട്. എനിക്ക് നല്ല ബാസ് എഫക്റ്റായിട്ട് തോന്നി. പിന്നെ നല്ല കംഫർട്ടബിൾ ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്. ലൈറ്റ് വെയിറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ നമ്മൾ നെക്കിലിട്ടിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഫീൽ ആവില്ല എന്നുള്ളത്. അത്ര ലൈറ്റ് വെയിറ്റ് ആണ്, പ്രത്യേകിച്ച് ഇതിൻ്റെ ഈ ഭാഗം. അപ്പോൾ നിങ്ങളൊരു 2000 താഴെ നോക്കുന്നുണ്ടെങ്കിൽ OnePlusൻ്റെ സംഭവം വാങ്ങിച്ചാൽ മതി. എന്തായാലും പുതിയതിറങ്ങുന്നതിന് എന്തായാലും 2000 മുകളിൽ റേഞ്ച് വരും. അപ്പോൾ OnePlusൻ്റെ താഴെ നോക്കുന്നുള്ളൊരു നെക്ക് ബാൻഡ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ OnePlus ബഡ്സ് വാങ്ങിച്ചാൽ മതി. നമുക്ക് എല്ലാ ആൻഡ്രോയിഡിലും ഇതിലൊക്കെ സപ്പോർട്ടറാണ്. വേറെ ഒന്നും നോക്കാൻ നിൽക്കണം. എന്ന് വെച്ചാൽ അത്രയ്ക്കും ബാസ് ക്വാളിറ്റി സൗണ്ട് ക്വാളിറ്റി കിട്ടുന്നുണ്ട്. വേറെ എനിക്ക് തോന്നുന്നില്ല അത് നമ്മുടെ ഒപ്പോൻ്റെ M13 ബാസ് കൂടുതലുണ്ട് കേട്ടോ. അപ്പോൾ അതിന് റേറ്റ് വരുന്നത് 1999 രൂപയാണ്. അപ്പോൾ ഈ 2000 റേഞ്ചിൽ നല്ല റേറ്റ് വരുന്ന നല്ലൊരു പ്രൊഡക്റ്റ് ക്വാളിറ്റിയും അതുപോലെ സൗണ്ട് ക്വാളിറ്റിയും ബാസ് ക്വാളിറ്റിയൊക്കെ വരുന്നത് നമ്മുടെ ഈ OnePlus ബഡ്സിയും ഒപ്പോ M32 തന്നെയാണ്. അപ്പോൾ 2000 താഴെ ആണെങ്കിൽ നിങ്ങൾക്ക് OnePlus ബഡ്സി വാങ്ങിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒപ്പോ M32 വാങ്ങിക്കാം. അപ്പോൾ എന്താ രണ്ടിലും ഞാൻ 2-3 ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമൊക്കെ ഡയറക്റ്റ് പോയിട്ട് വാങ്ങിക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ കളറിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇത് ആക്ച്വലി ഒരു ബ്ലൂ കളർ ഉണ്ട്, റെഡ് ബ്ലാക്ക് ഉണ്ട്, പിന്നെ ഫുൾ ബ്ലാക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആക്ച്വലി ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ബ്ലൂ കൊടുത്ത്, ബ്ലൂ കുഴപ്പമില്ല, നല്ല കളറൊക്കെ ഉണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട് കാണാൻ. വേറെ ഡിഫറൻസും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് എന്തായാലും ചാർജ് ചെയ്യണം, അതിലെന്തായാലും ക്വിക്ക് ചാർജ് സപ്പോർട്ടറാണ്. അപ്പോൾ നിങ്ങൾക്ക് OnePlusൻ്റെ ചാർജർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ റിയൽമിൻ്റെ ചാർജർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒപ്പോൻ്റെ ചാർജർ ഉണ്ടെങ്കിൽ, അതിൽ ഫാസ്റ്റ് ചാർജിങ് ഉണ്ടെങ്കിൽ സപ്പോർട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളത് ചാർജ് ചെയ്തിട്ട് പാട്ട് കേൾക്കാൻ പോട്ടെ. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.